19 വയസ്സ് വരെ അബൂ താലിബിന്റെ കൂടെ ജീവിച്ചു എന്ന് പറയുന്നതാണ് ശരി. അത്രയേറെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണലൊരുക്കിയ അബൂ താലിബ് വിശ്വാസിയാവണം എന്ന് സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്ന് ഖുൽ യാ അമ്മി യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പ ഒരൊറ്റ വട്ടം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, ഉഹാജ്ജുക ബിഹി ഇൻദല്ലാഹ്. ലോകത്ത് സ്വന്തം മകളോട് പോലും പറയാത്ത വാക്കാ ഉഹാജ്ജുക ബിഹി ഇൻദല്ലാഹ്. ആ വാക്ക് നിങ്ങൾ ഒറ്റ വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ ഞാൻ തർക്കിക്കുന്ന. ഹാജ എന്ന് പറഞ്ഞാൽ എന്താ? അതിശക്തമായി തർക്കിക്കുക. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ ഫീ റബ്ബിഹി, തന്റെ റബ്ബിന്റെ വിഷയത്തില് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തർക്കിച്ചവനെ നീ കണ്ടോ? നമ്രൂദ് രാജാവിനെ പറ്റിയാ പറഞ്ഞു. ഹാജ ഉഹാജ്ജുക ബിഹി ഇൻദല്ലാഹ്. സ്വന്തം മകളോട് എന്താ പറഞ്ഞത്? യാ ഫാത്തിമത്ത ബിന്ത മുഹമ്മദ്, ഹേ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ. 2 പ്രാവശ്യം മാത്രമാണ് ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പേര് വിളിച്ചുകൊണ്ട് മകളെ അഭിസംബോധന ചെയ്ത്. അത്രയും ഗൗരവമുള്ള 2 കാര്യം. ഒന്ന്, മഖ്സൂമിയ ഗോത്രത്തിൽ ഒരു പെണ്ണ് മോഷ്ടിച്ചു. കട്ട കൈ മുറിക്കണം എന്നാണ്. കൈ മുറിക്കുന്നതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കണില്ല. കട്ടന്റെ കൈയൊക്കെ അവിടെ പിടിച്ച് മുറിക്കുകയല്ല, കട്ട എങ്ങനെ കട്ടെന്നൊക്കെ നോക്കണം. അപ്പോൾ മഖ്സൂമിയ ഗോത്രം പ്രബല ഗോത്രമാണ്. അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾക്ക് ചരിത്രം അറിയാം, വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പോ ശുപാർശ പറയാൻ വന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു വാക്ക്, ലൗ അന്ന ഫാത്തിമത്ത ബിന്ത മുഹമ്മദിൻ സരിഖത് ലഖതഅ മുഹമ്മദുൻ യദാ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും കൈ മുഹമ്മദ് മുറിക്കും എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഫാത്തിമത്ത ബിന്ത മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, യാ ഫാത്തിമത്ത ബിന്ത മുഹമ്മദ് സലീമിൻ മാലി മാ ശിഇതി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ ഇത്തഖിൻ നാറ വലൗ ബിശിഖി തംറ ഔ ബികലിമത്തിൻ ത്വയ്യിബ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. വിശ്വാസം പറഞ്ഞു, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, എന്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് വേണ്ടത് എന്താണോ അത് നീ ചോദിച്ചു കൊള്ളുക, ഞാൻ തരാം. കാരണം എന്റേതാണ്, വേറെ ആരോടും ചോദിക്കേണ്ടതില്ല. ഒരുപാട് ഉണ്ടായിനി കൊടുക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. ഉണ്ടെങ്കിൽ തരാം, അത് ഒരാളോട് ചോദിക്കേണ്ടതില്ല, എന്റേതാണ്. എന്നാൽ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, അള്ളാഹുവിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ എനിക്ക് സാധ്യമല്ല. ഇത്തഖിൻ നാറ വലൗ ബിശിഖി തംറ ഔ ബികലിമത്തിൻ ത്വയ്യിബ. ഒരു ചീള് കാരക്കയെങ്കിലും നല്ലൊരു നല്ല വാക്കെങ്കിലും പറഞ്ഞ് നിന്റെ തടി നീ കാക്കണം നരകത്തുനിന്ന്. ഇത് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിന്റെ തലക്കമ്പാർത്തി എന്ന് പറഞ്ഞ വാക്ക്, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹാജ്ജുക ബിഹി ഇൻദല്ലാഹ്. അള്ളാഹിനെ ഞാൻ തർക്കിക്കുന്നു. അപ്പുറത്തുനിന്ന് അബൂജഹൽ അപ്പുറത്തുണ്ട്. ഓൻ പറയുന്നുണ്ട്, നിങ്ങള് അവസാന സമയത്ത് ഇനിയിപ്പൊ പറഞ്ഞ് കേട്ട് നമ്മളെ മതത്തിന്ന് പിന്മാറുകയാണോ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അവസാനം അന ഫീ ദീനി അബ്ദുൽ മുത്തലിബ്, അന ഫീ ദീനി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഞാൻ പറഞ്ഞത് ഫളലം മിനല്ലാഹ്, അള്ളാന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് തഹജ്ജുദ് നമസ്കാരത്തില് ചൊല്ലേണ്ട പ്രാരംഭ പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല എന്ന് തുടങ്ങുന്ന ഒരു സുദീർഘമായ പ്രാർത്ഥന. അതിലെന്താ അതിന്റെ ആശയം? ഇഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക് ഇന്നക തഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, നീ എന്നെ നിന്റെ അനുവാദത്തോടെ സത്യവഴിയിലേക്ക് വഴി നടത്തണം, സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്നക തഹ്ദീ മൻ തശാഉ,
ഇന്നക തഹ്ദീ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ സന്മാർഗത്തിലൂടെ നയിക്കുന്നു. ഞാൻ പറഞ്ഞത് ഫളുലം മിനല്ലാഹ്, ഹിദായത്ത്, ദീനനുസരിച്ച് ജീവിക്കല്, അള്ളാന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സ്വാംശീകരിക്കല്, പ്രാവർത്തികമാക്കല്, ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, ഇതൊക്കെ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. അതാണ് ഫളുലം മിനല്ലാഹി വ നിഅമ, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും അവന്റെ അനുഗ്രഹവുമാകുന്നു ഇത്. വല്ലാഹു അലീമുൻ ഹക്കീം. അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിനാ, ഹിദായത്തിലാക്കണേന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ലാം കാര്യം ആലോചിക്കാണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ബാപ്പാരുണ്ടല്ലോ ഇതിന്റെ സംസാരം കേൾക്കണ്. ഞാനൊരു ബാപ്പന്നെ, 7 മക്കളെ കൊടുത്തൊരു ബാപ്പക്കല്ല, 6 മക്കളും ജീവിച്ചിരിക്കെ മരിച്ചുപോയ ബാപ്പയാണ് നമ്മളെ നേതാവ്. ഒറ്റ മകൾ ഫാത്തിമ 29ാമത്തെ വയസ്സിൽ അവരും മരിച്ചുപോയി. 29 വർഷം മാത്രം ഫാത്തിമ അള്ളാഹ് ജീവിച്ചിരുന്നത്. മറ്റു മക്കളൊക്കെ അതിന്റെ മുമ്പ് തന്നെ എങ്ങനെ മരിച്ചുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകന് മനസ്സിന് പ്രയാസപ്പെട്ടത് ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട വിഷയം ഏതാ? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. സൂറത്ത് കഹ്ഫ് മറിച്ച് നോക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മനസ്സേറെ വേദനിച്ചത് തന്റെ പ്രബോധന വഴിയിൽ നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങളെ ഓർത്തുകൊണ്ടല്ല, തന്റെ കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനയുടെയും വേദനയുടെയും വേർപാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒന്നുമല്ല. പ്രവാചകന്റെ മനസ്സ് വേദനിച്ചത്, ആ വേദന പ്രവാചകനെ നശിപ്പിച്ചു കളയുമോ എന്ന് തോന്നുമാറ് മനസ്സിനെ സ്വാധീനിച്ചത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. ഈ വേദഗ്രന്ഥം, ഈ ആദർശം ജനങ്ങൾ സ്വീകരിക്കാതെ ഇതിന്ന് ജനങ്ങൾ അകന്നു പോണത്, ഇത് ലഭിക്കാതെ ആളുകൾ മരിച്ചു പോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം കൊണ്ട് നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയുമോ? അല്ലാഹു പറഞ്ഞു. മനസ്സറിയുന്നവൻ അന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, മനസ്സിന്റെ വേദന റബ്ബേ അറിയൂ. അപ്പൊ പ്രവാചകന്റെ മനസ്സിന് ഏറ്റവും വേദന ഹിദായത്ത് കിട്ടാത്തവരെ പറ്റി ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ജനങ്ങൾ ഹിദായത്തിലാവുക. അതുകൊണ്ടാണ് അയൽവാസിയായ ജൂതനായ കുട്ടി രോഗിയായി കിടന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ പോകുന്നു. കുട്ടി മരണവെപ്രാളത്തിൽ കിടക്കുമ്പോൾ പ്രവാചകൻ പറയാ, യാ ഗുലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് ധൈര്യം വരും. അയലകത്തെ ഹിന്ദുക്കളെ വീട്ടിൽ ചെന്നോ മരിച്ചാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അബ്ബന്റെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓതി അവനാവൂലും ഒരിക്കലും ബനയിക്കും. അത്രയും നല്ല അയൽപ്പക്ക ബന്ധത്തിലാണ് പ്രവാചകൻ അവിടെ. അതുകൊണ്ട് അത് പറയാൻ ധൈര്യം ഉണ്ടായത്. അപ്പൊ കുട്ടിനോട് ഇത് പറഞ്ഞപ്പോ കുട്ടി അച്ഛന്റെ മുഖത്തേക്ക് നോക്കിനാ. എന്താണ് അച്ഛൻ പറഞ്ഞത്? അത് ശരി, അവസാന സമയത്ത് ദിനാ വന്നതില്ലേ എന്ന് പറയാ, അത്യുഅ അബൽ ഖാസിം, അത്യുഅ അബൽ ഖാസിം. ഖാസിം എന്ന് പറഞ്ഞ റസൂലിന്റെ ഒരു കുട്ടിയാണ്. അപ്പൊ അബുൽ ഖാസിം എന്ന് പറഞ്ഞ ഖാസിമിന്റെ വാപ്പ റസൂലിനെ അങ്ങനെ പറയല്ലോ. അങ്ങനെ പ്രവാചകൻ അബുൽ ഖാസിം എന്നൊരു പേരുണ്ട്. അപ്പൊ അത്യുഅ അബൽ ഖാസിം, അബുൽ ഖാസിം, ഖാസിമിന്റെ വാപ്പ റസൂല പറഞ്ഞ പോലെ ചെയ്തോ. കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലും മരിക്കലും ചെയ്യും. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് അൽഹംദുലില്ലാഹ്, ആ കുട്ടിയെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവേ നിനക്കാണ് സ്തുതി. അപ്പൊ ഞാൻ പറഞ്ഞത് ഫളലം മിനല്ലാഹി വ നിഅമ, ഫളലം മിനല്ലാഹി വ നിഅമ, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും അവന്റെ അനുഗ്രഹവുമായി കൊണ്ടാണ് ഇങ്ങനൊരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടായത്. അടുത്തത് വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു. ത്വാഇഫ് എന്ന് പറഞ്ഞാല് ഒരു വിഭാഗം, ഒരു കൂട്ടം. ത്വാഇഫതാനി ഇരുവിഭാഗം. ത്വാഇഫ് എന്ന് പറഞ്ഞാല് ഈ തവാഫ് ചെയ്യുന്നവന് ത്വായിഫ് എന്ന് പറയും. അതേപോലെ മക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട് ത്വായിഫ്. പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന യാത്ര നടത്തിയ 50ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ ആമുൽ ഹുസുൻ, ദുഃഖത്തിന്റെ വർഷം എന്ന് പേരിട്ട ആ വർഷത്തില്
സഹായം ലഭിക്കുമോ എന്നറിയാൻ അദ്ദേഹം ത്വായിഫിലേക്ക് പോയൊരു ചരിത്രമുണ്ട്. ഇവിടെ ത്വായിഫത്ത് എന്ന ഒരു വിഭാഗം ത്വായിഫത്താനി ഇരുവിഭാഗം, മിനൽ മുഅ്മിനീന വിശ്വാസികളിൽപ്പെട്ട രണ്ട് വിഭാഗം, ഇഖ്തതലു അവർ പരസ്പരം ശണ്ട കൂടിയാൽ. അപ്പൊ ഒരു സംശയം, വിശ്വാസികൾ ശണ്ട കൂടുവോ? വിശ്വാസികളിൽ രണ്ട് വിഭാഗം ശണ്ട കൂടിയെന്ന. അപ്പൊ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മനുഷ്യന്മാരൊരു പൊതു സ്വഭാവമാണിത്. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിക്ക് പറഞ്ഞേക്കുമ്പോ അള്ളാഹ് പറഞ്ഞത് ഖുൽ നഹ്ബിതു മിൻഹാ ബഅ്ലുക്കും ലിബഅ്ലിൻ അദു, പരസ്പരം ശത്രുക്കളായിക്കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായി ഇങ്ങനെയുള്ള ശത്രുതയും വിദ്വേഷവും ഒക്കെ ഉണ്ടാവും. ബഅ്ലുക്കും ലിബഅ്ലിൻ അദു, ആ ശത്രുത വളർത്തുന്ന ഘടകങ്ങളാണെന്ന് പിശാച്. മദ്യം നിരോധിച്ചത് എന്തിനാ? മദ്യം നിരോധിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞെന്താ? യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവതു വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ ഫഹൽ അൻതും മുൻതഹൂൻ. പിശാച് കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണം. അങ്ങനെ വിശ്വാസികളിൽ രണ്ട് വ്യക്തികളാണെങ്കിലും രണ്ട് കുടുംബമാണെങ്കിലും രണ്ട് വിഭാഗമാണെങ്കിലും ഇങ്ങനെ ശത്രുതാപരമായി അവർ ശണ്ട കൂടിയാൽ അസ്ലിഹു, മറ്റുള്ളവരെന്താ ചെയ്യേണ്ടത്? അവർക്കിടയിൽ നന്നാക്കിയെടുക്കണം. ഇസ്ലാഹ് എന്ന് പറഞ്ഞത് നന്നാക്കുക എന്നാണ്. അസ്ലഹ നന്നാക്കി, ഇസ്ലാഹി പ്രസ്ഥാനം എന്നാണല്ലോ. കേട് വന്നത് നന്നാക്കുന്നതിനാണ് പറയാ, പുതിയ ഉണ്ടാക്കണേനല്ല. നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ഇസ്ലാഹ് പുരോഹിതന്മാരും കാലഘട്ടവും മതത്തിലില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഇത് വികൃതാക്കുമ്പോൾ അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റി, എന്നാൽ പഴയ രൂപത്തിലേക്ക് നന്നാക്കിയെടുക്കുക. അതാണ് ഇസ്ലാഹ്. അസ്ലിഹു, നിങ്ങൾ നന്നാക്കണം. ബൈനഹുമാ, അവർക്കിടയിൽ. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം ഇസ്ലാഹു ദാത്തു ബൈൻ, രണ്ട് വ്യക്തികൾക്ക് ഇടയിൽ, രണ്ട് കുടുംബങ്ങൾക്കിടയിൽ, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സ്വാഭാവികമായി ശത്രുതയും മത്സരവും ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ നിങ്ങൾ നന്നാക്കണം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖ ഔ ഇസ്ലാഹിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ഖുർആൻ പറഞ്ഞതാ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ഈ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക സംസാരത്തിലും ഒരു ഖൈറുമില്ല. ഉറപ്പന്നല്ലേ? നിങ്ങൾ അങ്ങാടി ചെന്നിട്ട് സംസാരിക്കണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടി, എത്ര ആളെ സംസാരം ഉണ്ടാവും ഖൈറായത്? ഇല്ലാമൻ അമറ ബിസ്സദഖ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവന്റെ സ്വകാര്യം ഒഴികെ. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, നജ്വ് എന്ന് പറഞ്ഞ സ്വകാര്യം എന്നാ. അധിക സ്വകാര്യത്തിലും ഒരു ഖൈറുമില്ല. പിന്നെ ജനങ്ങളോട് നല്ല കാര്യം കൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സ്വകാര്യ സംഭാഷണം ഒഴികെ. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ പുണ്യകരമായ കാര്യങ്ങൾ. ഔ ഇസ്ലാഹും ബൈനന്നാ, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന വിഷയാണോ ഒന്ന് മാറി സ്വകാര്യം പറയുന്നത്, അതിൽ ഖൈറുണ്ട്. അല്ലാത്ത ഭൂരിഭാഗം സ്വകാര്യ സംഭാഷണത്തിലും യാതൊരു ഖൈറുമില്ല. അതുകൊണ്ട് വിശ്വാസികളിൽ രണ്ട് വിഭാഗത്തിനിടയിൽ ഇങ്ങനെ ശണ്ടയുണ്ടാകുമ്പോൾ നമ്മൾ ഇസ്ലാഹുകളായി രംഗത്ത് വരാം. എന്തുകൊണ്ട്? മുസ്ലിങ്ങൾ തമ്മിൽ തർക്കിക്കുക എന്നത് അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ഖൈറും തടയപ്പെടും. ഇപ്പൊ നമുക്ക് ചരിത്രം അറിയാലോ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓതി തന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ 83 കൊല്ലും 4 മാസവുമാ 1000 മാസം എന്നാണ്. ആ 83 കൊല്ലും 4 മാസത്തെക്കാൾ എന്ന് എത്രയാവാം? മിനിമം പറഞ്ഞത്. ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി കിട്ടും ഒരു മനുഷ്യൻ ലൈലത്തുൽ ഖദ്ർ ഇബാദത്ത് ചെയ്താൽ. അതെന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞു കൊടുത്തു. അത് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരുമ്പം മദീനത്തെ പള്ളിയിൽ ആരാ ഉണ്ടാവുക?
സഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാ? 100-ലധികം ആയത്തുകളിൽ അള്ളാഹു പരാമർശിച്ച വിഭാഗ സഹാബികൾ. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് സഹാബികൾ ആരാ? അത്രയും മഹത്തുക്കള. കുല്ലുഹും ഉദൂൽ ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സൂറത്തുൽ ബഖറന്റെ 1-ാമത്തെ ജുസ്ഇന്റെ അവസാനത്തെ പേജ് നോക്കിയാൽ ഈ ആയത്ത് കാണാം. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ ആ സഹാബികളിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാവും എന്ന് അള്ളാഹു സർട്ടിഫൈ ചെയ്ത സഹാബികളിൽ 2 ആളുകൾ എന്തോ ഒരു വിഷയത്തിൽ പരസ്പരം തർക്കിക്കുന്നു. ആ തർക്കം കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിന്ന് ആ അറിവ് ഉയർത്തപ്പെട്ടു. എന്താ കാരണം? 2 വ്യക്തികൾ തമ്മിൽ കച്ചറുണ്ടാക്കിയതാ. അപ്പൊ 2 ഗ്രൂപ്പുകൾ തമ്മിലാണെങ്കിലോ, 2 വിഭാഗങ്ങൾ തമ്മിലാണെങ്കിലോ, 2 കുടുംബങ്ങൾ തമ്മിലാണെങ്കിലോ, 2 പ്രദേശങ്ങൾ തമ്മിലാണെങ്കിലോ അള്ളാഹുവിന്റെ ഖൈറ് തടയപ്പെടും. അതുകൊണ്ടാണ് വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ. നിങ്ങൾ 2 വിഭാഗം വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുമ്പോൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം എന്നല്ലാഹു പറഞ്ഞത്. അത് പൊതുവായ നന്മയെ പോലും തടഞ്ഞു കളയും. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫഇം ബഗത്. ബഗ എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിച്ചു. ഫഇം ബഗത്, ബഗ ബഗാ ബഗൗ ബഗത്ത്, അങ്ങനെയാണ് സർഫാക്കല്. ഫഇം ബഗത്ത് എന്നിട്ട് അതിക്രമം നടത്തുകയാണെങ്കിൽ അഹദുഹുമ ആ 2 വിഭാഗത്തിൽ ഒരു വിഭാഗം അലൽ ഉഹറ മറ്റതിന്റെ മേൽ. നമ്മൾ രഞ്ജിപ്പ് ഉണ്ടാക്കിയിട്ടും ഒരു കൂട്ടര് മറ്റോരെ കൂട്ടരിൽ കുതിര കയറാൻ പോവുകയാണെങ്കിൽ ഫഖാത്തിലു നിങ്ങൾ സമരം ചെയ്യണം. ആര്? മധ്യസ്ഥന്മാർ. ആരോട്? അല്ലത്തി തബ്ഗി അതിക്രമം ചെയ്യുന്നവനോട്. ഏതുവരെ? ഹത്താ തഫീഅ ആ വിഭാഗം മടങ്ങി ഒതുങ്ങി വരുന്നത് വരെ. ഇല അംറില്ല അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക്. ഏത് വിഭാഗമാണോ മറ്റവന്റെ മേൽ അതിക്രമം ചെയ്യുന്നത് അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ട് രഞ്ജിപ്പിലേക്ക് അവർ വരുന്നത് വരെ യുദ്ധം ചെയ്യണം. അങ്ങനെ ഫഇൻ ഫാഅത്ത് ആ വിഭാഗം മടങ്ങി വന്നാൽ ഫഅസ്ലിഹൂ ബൈനഹുമാ അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. ബിൽ അദ്ൽ നീതിപൂർവം. അവിടെ ബലോട് കൂടുതൽ അതിക്രമം ഇത് ഒരിങ്ങനെ അതിക്രമം ചെയ്തോലാണെന്നുള്ളവർക്ക് ഇവരോട് ഒന്നും അനീതി പ്രവർത്തിക്കാൻ പാടില്ല. ബിൽ അദ്ൽ നീതിപൂർവം. വ അഖ്സിത്തു നിങ്ങൾ നീതി മുറ പാലിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ അള്ളാഹു നീതി പുലർത്തുന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടും. ഇത് അല്പം ദീർഘമുള്ളൊരായത്താണ്. വ ഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു വിശ്വാസികളിൽപ്പെട്ട 2 വിഭാഗം പരസ്പരം ഷണ്ഠ കൂടിയാൽ, യുദ്ധം ചെയ്താൽ, കച്ചറുണ്ടായാൽ ഫഅസ്ലിഹൂ ബൈനഹുമാ അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. അതിന്റെ പ്രാധാന്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്ത് ഫഇം ബഗത്ത് എന്നിട്ട് അതിക്രമം നടത്തുകയാണെങ്കിൽ അഹദുഹുമ ആ 2 വിഭാഗത്തിൽ ഒരു വിഭാഗം അലൽ ഉഖറ മറ്റേ വിഭാഗത്തിന്റെ മേൽ മധ്യസ്ഥന്മാർ എന്ത് ചെയ്യണം? ഫഖാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യണം. അല്ലത്തി തബ്ഗി ഈ അതിക്രമം ചെയ്യുന്നതിനോട് ഹത്താ തഫീഅ ഫഅയഫി എന്ന് പറഞ്ഞാൽ മടങ്ങാന. ഹത്താ തഫീഅ അത് അല്ലെങ്കിൽ ആ വിഭാഗം മടങ്ങി വരുന്നത് വരെ. ഇല അംരില്ല അള്ളാഹുവിന്റെ കൽപ്പനയിൽ. എന്താ അള്ളാഹിന്റെ കൽപ്പന? എന്താ? രഞ്ജിപ്പുണ്ടാക്കണം. ആ സുൽഹിലേക്ക് മടങ്ങി വരുന്നത് വരെ ആ ധിക്കാരം കാണിച്ച വിഭാഗത്തോട് മധ്യസ്ഥരായ നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്നിട്ടോ ഫഇം ഫാഅത്ത് ഇനി അത് മടങ്ങിയാലോ ഫഅസ്ലിഹൂ ബൈനഹുമാ അവർക്കിടെ നിങ്ങൾ യോജിപ്പുണ്ടാക്കണം. ബിൽ അദ്ൽ നീതിപൂർവം. അവിടെ അനീതി പാടില്ല. വ അഖ്സിത്തു നിങ്ങൾ നീതി മുറ പാലിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അർശിന്റെ തണൽ ലഭിക്കണേ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ അള്ളാഹു എണ്ണി പറഞ്ഞപ്പോ ഒന്നാമത്തെ എന്താ?
ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. നീതി അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. നീതിമാനായ ഭരണാധികാരി. അത് ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി രാജാവും ഇതൊന്നും ആയിക്കൊള്ളുന്നില്ല. നീതി സ്വന്തത്തോട് നീതി കാണിക്കണം. സ്വന്തത്തോട് നീതി കാണിക്കണമല്ലോ. അതാണ് ഏറ്റവും വലിയ നീതി. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും നീതി ആവശ്യപ്പെടുന്നു. ഇപ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ചില സ്വഹാബികള് ശരീരത്തെ അവഗണിച്ച് ഇബാദത്ത് ചെയ്തപ്പോ പ്രവാചകന് വിലക്കാൻ കാരണം എന്താ? ശരീരത്തോട് കടപ്പാടുണ്ട്, എല്ലാത്തിനോടും നമുക്ക് കടപ്പാടുണ്ട്. അതിലൊക്കെ നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ രണ്ട് വിഭാഗം ആളുകൾ തർക്കമുണ്ടായാൽ രഞ്ജിപ്പുണ്ടാക്കണം. ഐക്യമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം തൗഹീദാണ്. എന്താ അതിന്റെ അർത്ഥം? ഐക്യപ്പെടുത്തുക. വഹദ യുവഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നാക്കുക എന്നാ. ഇസ്ലാം ലോകത്ത് ഉണ്ടാക്കി തന്നെ ഐക്യ. വ്യത്യസ്ത ഗോത്രങ്ങള്, വ്യത്യസ്ത കുലദൈവങ്ങള്, ഗോത്രദൈവങ്ങള്, ആരാധ്യന്മാര്, ആരാധനാലയങ്ങള്, ആരാധനാ രീതികള്, ആരാധനാ മൂർത്തികള്, ഇതൊക്കെ ഒന്നാക്കി. അവർ ചോദിച്ചല്ലോ, ആ ജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദ് ഇങ്ങോട്ട് വന്നിങ്ങാട്ട് എല്ലാ ദൈവത്തിനും കൂടി ഒന്നാക്കി, ഇത് വലിയ അത്ഭുതം തന്നെ എന്ന് അവർ പറയുന്ന, അവർക്കത് മനസ്സിലായി. ഏകനായ ദൈവം അള്ളാഹു ഒന്നായി, ആരാധ്യൻ ഒന്നായി, ആരാധനാലയം ഒന്നായി, വേദഗ്രന്ഥം ഒന്നായി, പ്രവാചകൻ ഒന്നായി, തിരിഞ്ഞു നിൽക്കുന്ന ഡയറക്ഷൻ വരെ ഒന്നായി. വഹദ യുവഹിദ്, ഈ ഐക്യാണ് ഇസ്ലാം ഉണ്ടാക്കിയതാണ്. വ്യത്യസ്ത ദൈവങ്ങൾ ഒഴിവാക്കി ഏകനായ ദൈവത്തിലേക്ക് ക്ഷണിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരാരാധനായി, ഒരാരാധനാലയായി, ഒരേ ആരാധനാ രീതിയായി, ഒരേ വേദഗ്രന്ഥായി, ഒരു പ്രവാചകനായി, ഒരു ഖിബിലയായി. ഇതാണ് മൻ സല്ലാ സലാത്തന വസ്തഖ്ബല ഖിബലതന വഅകല ദബീഹതന വദാലിക്കൽ മുസ്ലിം. നാം അറുത്തത് ഭക്ഷിക്കുന്ന, നാം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്ന, നാം തിരിഞ്ഞ ഖിബലിലേക്ക് തിരിയുന്നവൻ അവൻ മുസ്ലിമാണ്. മുസ്ലിം അല്ല എന്ന് ആർക്കും പറയാൻ പറ്റൂല. പിന്നെ ആശയപരമായിട്ടൊക്കെ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുക. അത് ഐക്യത്തിന് വിരുദ്ധമായി, സ്നേഹത്തിന് വിരുദ്ധമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു പറയാം ഒരായത്തൂടെ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇന്നമ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇന്നമ എന്ന വാക്കിന്റെ പ്രത്യേകത, ഇന്നമ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് മാത്രാണ്, അത് ഉറപ്പാ. ഉദാഹരണം, ഇന്നമ അന ബശറും മിഥ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോൾ ഒരു മനുഷ്യൻ മാത്രമാണ്, ഉറപ്പാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇന്നമ അന ബശറും, അതുപോലെ ഇന്നമ അൻത മുദക്കിർ, നീ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇന്നമുണ്ട്. അതേപോലത്തെ ഒരു പദം ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും വിശ്വാസികൾ, ഇഖ്വ, അവർ സഹോദരങ്ങളാണ്, ഇഖ്വത്താണ്. ഉഖ്വത്ത് എന്ന സാഹോദര്യം, സഹോദരങ്ങൾ തന്നെ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും വിശ്വാസികൾ സഹോദരന്മാർ തന്നെ. ഒരു കുടുംബം, ഒരു ശരീരമാണ്. റസൂൽ പറഞ്ഞ ജസദിൽ വാഹിദ്, ഒരു ശരീരം പോലെയല്ല. ഒരവയവത്തിന് അപകടം പറ്റിയാല് പനിക്കലും വേദനിക്കലും ഒക്കെ ശരീരം മുഴുവനാ. അതുപോലെയാണ് വിശ്വാസികൾ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, ഈ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. വീണ്ടും ആവർത്തിക്കണം, അതിന്റെ പ്രാധാന്യമാണ് കാണുന്നത്. നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. ഈ സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ എന്തുമാത്രം പ്രാധാന്യമാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കണ്ടാൽ സലാം പറയാം. ലോകത്ത് വേറൊരു മതത്തിലും ഇല്ല. ആദ്യമായി സലാം പറഞ്ഞതാരാ? ഉത്തരം പറയും. നിങ്ങളിത് കേക്കുണ്ടോന്ന് തന്നെ ഇപ്പൊ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ആടെ മുറി കുത്തുന്ന വരുമ്പോ വർത്താനം പറയുന്നുണ്ട്. ഇതാരോ കേക്കുണ്ടേക്കൂ. ആദ്യമായി മനുഷ്യ ചരിത്രത്തിൽ സലാം പറഞ്ഞത് ആരോടാ? കേക്കുണ്ടോ?
കേക്കുണ്ടായിട്ട് ഉത്തരം പറയണം. ഓ ഇല്ലേ ഇല്ലേ ആദ്യമായി ആരോടാണ് സലാം പറഞ്ഞത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ഒരു കൂട്ടം മലക്കൾ എടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. അള്ളാഹ് പറഞ്ഞു അവർക്ക് സലാം പറയണം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മലക്കൾക്ക് സലാം പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു ഇതാണ് നിന്റെയും നിന്റെ ഉമ്മത്തിന്റെയും അഭിവാദന രീതി. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന മലക്കളും ഇതേ പദമാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് കണ്ടാൽ സലാം എല്ലാ സമുദായത്തിനും എല്ലാ പ്രവാചകന്മാർക്കും ഇതേ സലാം, അസ്സലാമു അലൈക്കും. അത് അങ്ങനെ പറഞ്ഞ് കൈ കൊടുക്കുക. ഈ കൈ കൊടുക്കുമ്പോ ഇപ്പത്തെ സമയമല്ല കേട്ടോ, ഇനിയിപ്പോ ഈ കൊറോണ കാലത്ത് ഇത് ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. അപ്പൊ ആ കൈ കൊടുത്താൽ രണ്ട് കൈ വിട്ട് പിരിയുന്നതിന്റെ മുമ്പ് ഈ രണ്ട് കൈയിന്റെയും ഉടമസ്ഥന്മാർ ചെയ്തു പോയ ചെറുപാപങ്ങൾ അള്ളാഹു പൊറുക്കുന്ന അതിന്റെ പ്രാധാന്യമാണ്. തന്റെ സഹോദരന്റെ മുഖത്ത് പുഞ്ചിരിയോടുകൂടി നോക്കുക സദഖയാണെന്ന് പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചോറുന്ന് കാട്ടെ ആ നട്ടുച്ച സമയത്ത് കിടന്നുറങ്ങുമ്പോഴാണ് കോളിംഗ് ബെല്ല്. പുറത്തു നോക്കുമ്പോൾ രണ്ട് ഷൂട്ടും കൂട്ടുവിട്ട മനുഷ്യന്മാര് വയറ്റങ്ങളെ ചിരി കണ്ടാൽ നമ്മളെ ദേഷ്യം മുഴുവൻ പോകും. ഓല ആദ്യം പഠിപ്പിക്കണ എന്നെ ചിരിക്കേണ്ടത് എങ്ങനെയാണ്? 3 മാസമാണോ എന്റെ കോഴ്സ്, എങ്ങനെ ചിരിക്കേണ്ടത്? ഒലക്കമല ചിരിയല്ലേ, ഒരു മനുഷ്യനെ അങ്ങോട്ട് വശീകരിക്കുകയാണ്. നമ്മളൊരു ഡോക്ടർ എടുത്ത് ചെന്ന് ആ ഡോക്ടറുടെ മുഖത്തൊരു പുഞ്ചിരുണ്ടെങ്കിൽ നമ്മളെ സുക്കേട് പകുതിയോട് മാറും. മൂപ്പരിങ്ങനെ കനപ്പിച്ച് നിന്നാലോ ഈ മൂപ്പര് എന്ത് എഴുതിയാലും നമുക്കൊരു പറ്റൂല. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ അടയാളമാണ് പുഞ്ചിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാ പുഞ്ചിരിക്കുമായിരുന്നു. എന്നാൽ അണ്ണാക്കിലെ പല്ല് കാണുന്ന കുളത്തിൽ പ്രവാചകൻ ചിരിച്ചിരുന്നില്ല. ചിരിക്കൊരു മാന്യത ഉണ്ട്, മനുഷ്യനെ ബേജാറാക്കേണ്ട ചിരിയല്ലത്. പുഞ്ചിരി, കൈകൊടുക്കല്, സലാം പറയല്, സന്ദർശനം. നിങ്ങൾ ആലോചിക്ക് എത്ര പുണ്യമുള്ളതെന്നറിയോ? ഒരു വിശ്വാസി തന്റെ അയൽവാസിനെയോ രോഗിനെയോ കുടുംബക്കാരനെയോ അള്ളാന്റെ പൊരുത്ത് ഉദ്ദേശിച്ചിട്ട് സന്ദർശിക്കാൻ പോയാൽ അയാൾ പോയി തിരിച്ചു വരുന്നത് വരെ 70,000 മലക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇതിന്റെ പ്രാധാന്യം? 70,000 മലക്കുകൾ പ്രാർത്ഥിക്കും അയാൾ പോയി തിരിച്ചു വരുന്നതിന്. പോരാ, വൈകുന്നേരമാണ് സന്ദർശിച്ചെങ്കിൽ ഈ പ്രാർത്ഥന നേരം വെളുക്കണവരെ ഉണ്ടാവും. രാവിലെയാണ് പോയതെങ്കിൽ വൈകുന്നേരം വരെ ഉണ്ടാവും. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്നേഹബന്ധം നിലനിർത്താൻ ഒന്ന് സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്ത് മാത്രം പ്രാധാന്യം. നാളെ പരലോകത്ത് സൂറത്തു നബയിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഒരാളും സംസാരിക്കാത്ത ദിവസം യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫ്ഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. പരമകാരുണികൻ അനുവാദം കൊടുക്കാത്ത ഒരു മനുഷ്യൻ മൂക്കിലെ ചൂള വിടൂല. അവിടെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ചോദിച്ചു, ഐനൽ മുത്തഹാബീന ഫിയ, ഐനൽ മുത്തജാലിസീന ഫിയ, ഐനൽ മുത്തബാദിലിന ഫിയ. എന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർ. വേറൊന്നിന്റെയും പേരിലല്ല. പലരെയും നമ്മൾ പല ആൾക്കും സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ ഭൗതികമായ എന്തെങ്കിലും താല്പര്യമാണ്. എന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർ, എന്റെ പേരിൽ പരസ്പരം കൂടിയിരുന്നവർ, പരസ്പരം സഹായിച്ചവർ എവിടെ? അവരോട് വരാൻ പറയാൻ. അവർക്ക് പ്രത്യേകമായ തണല് കൊടുക്കുകയാണ്, പ്രത്യേകമായ അംഗീകാരം കൊടുക്കുകയാണ്. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യമാണ്. അത് കേട് വന്നാൽ നിങ്ങൾ നന്നാക്കണം. അത് കണ്ടു നിൽക്കലല്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടിയിട്ട് അതിന് മൂർച്ചം കൂട്ടലല്ല, രഞ്ജിപ്പുണ്ടാക്കണം. ചെറിയ ചെറിയ കളവ് പറയൽ അനുവദിച്ചത് 3 കാര്യത്തിൽ. അതിപ്പോ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പൊള്ളും പറയലേ എന്ന് പറഞ്ഞ അവസാനം എനിക്ക് ഒരുപാട് പാവം പോറാണ്ടാവൂല. അങ്ങനെ ഉണ്ടാവരുത്. ചെറിയ ചെറിയ കളവ്. അപ്പൊ ഞാനും വേറെ ആൾ തെറ്റിലാണെങ്കിൽ നിങ്ങൾ നന്നാക്കാൻ വന്നാൽ എന്താ പറയാ, ഓനക്ക് എന്നോ ആഗ്രഹം ഉണ്ട് എന്നോട് നന്നാവണം, ഒരാഗ്രഹം ഉണ്ടാവില്ല. അങ്ങനൊക്കെ പറയാൻ അനുവാദം കൊടുത്തൊരു മേഖലയാണ് ഈ ഇസ്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാഹ് ഉണ്ടാക്കണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ, വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം. എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യും. അതുകൊണ്ട് വിശ്വാസികൾ തമ്മിൽ എന്തെങ്കിലും 2 വിഭാഗമോ 2 വ്യക്തികളോ 2 കുടുംബമോ ന്യായമോ അന്യായമോ ആയ വിഷയത്തിൽ പരസ്പരം ഷണ്ഠ കൂടിയാൽ
മറ്റുള്ളവരുടെ ബാധ്യത അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. അതിന് ഏതറ്റം വരെ പോണമെന്നാണ് ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖറ ഫഖാതിലുല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ് എന്ന വാക്ക് കാണിക്കും. ഏതറ്റം വരെ പോയിട്ടാണ് തിരക്കില്ല, അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. അവരെ നല്ല രൂപത്തിലാക്കിയിട്ട് വിടണ്ട് മറ്റ് നേതാക്കന്മാരുടെയും നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും ബാധ്യതയാണ്. അത് വത്തഖുള്ള, അത് തഖ്വന്റെ ഭാഗ. അവിടെ തഖ്വനെ പറ്റി പറയാൻ കാരണം എന്താ? നിങ്ങളുടെ സൂക്ഷ്മത തഖ്വ പൂർത്തീകരിക്കണമെങ്കിൽ ഇതും കൂടെ വേണം. അത് തഖ്വന്റെ ഭാഗം തന്നെ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും സത്യവിശ്വാസികൾ, ഇഖ്വത്തുൻ, പരസ്പര സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു, ആകയാൽ നിങ്ങൾ നന്നാക്കുവീൻ, ബൈന അഖവൈക്കും, നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വത്തഖുല്ലാ എന്ന വാക്ക് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. പല വാക്കിന്റെയും അർത്ഥം മൂല്യശോഷണം വന്നതുപോലെ മൂല്യശോഷണം വന്നു പോയൊരു വാക്കാണ് ഇത്തഖുല്ല. എന്ത് ഇത്തഖുല്ല? നമ്മൾ മിമ്പർന്ന് എത്ര കാലമായത് കേൾക്കണ്? എന്താണ് ആ വാക്കിന്റെ കടുപ്പം? ഖുർആൻ ഇത്തഖുല്ല എന്ന് പറഞ്ഞ സന്ദർഭമൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. അത്രയും ഗൗരവമുള്ള സംഗതി പറയുമ്പോഴാണ് അല്ലാഹു ഇത്തഖുല്ല, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതിന്റെ പ്രാധാന്യം പറയാം. ഇങ്ങനെ വളരെ ഗൗരവമുള്ള സംഗതി പറയേണ്ടി വരുമ്പോഴാണ് അള്ളാഹു ഇത്തഖുല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മക്കിപ്പോ മെമ്പർമ കയറിയപ്പോ എന്താ സ്ഥിതികരങ്ങള്? നമ്മൾ അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു എന്ന് പറയുമ്പോ താഴെയുള്ളവരൊക്കെ ഇങ്ങനെ ചുണ്ടാക്കും. നഹ്മദുഹു വനസ്തഈൻ കാണാതെ പഠിച്ചിന്. ഈ മുഖദ്ദിമ എല്ലാവരും കാണാം. അതിന്റെ കൂട്ടത്തിൽ എന്തേ ഇപ്പൊ പറഞ്ഞോനും കേട്ടോനും എന്താന്ന് മനസ്സിലായില്ല. അതിന്റെ ഗൗരവം എന്താ? അതുകൂടെ പറഞ്ഞ് ക്ലാസ് നിർത്താം. അതിന്റെ ഗൗരവം കാണിക്കുന്ന ഒരു സംഗതി റസൂൽ പറഞ്ഞത്, നേരത്തെ പറഞ്ഞു അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ എണ്ണി പറഞ്ഞു. ഒരു പെണ്ണ് മോശമായ ഒരു പെണ്ണിനെ ഒരു പുരുഷന് ശാരീരികമായി ഉപയോഗിക്കാവുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിശദീകരിക്കാത്തത്. ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈ നീട്ടിയപ്പോ നമുക്കറിയാം ഒരു മനുഷ്യന്റെ ഉള്ളിലെ മുഴുവൻ പൈശാചികതയും പുറത്തേക്ക് വരുന്ന സമയമാണത്. പെണ്ണ് പറഞ്ഞു, യാ ഹാദാ ഇത്തഖില്ല, ഏ മനുഷ്യ നീ അള്ളാനെ സൂക്ഷിക്കണം, ഞാൻ നിനക്ക് നിഷിദ്ധാണ്. ഇത്തഖുല്ല എന്ന് കേട്ടപ്പോ ഒരു മനുഷ്യന്റെ മനസ്സിലെ മുഴുവൻ പൈശാചികതയും പുറത്തു വരുന്ന ആ സമയത്ത് അയാൾ സ്വയം പിന്നോട്ട് പോയിണെങ്കിൽ അതിന്റെ ഗൗരവത്തിലാ. ആ ഗൗരവത്തിലാണോ വെള്ളിയാഴ്ച ഇത്തഖുല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കല്? എന്ത് ഇത്തഖുല്ല? അങ്ങനെ എത്തിക്കില്ല. അതിലൊരു ഇതുമില്ലല്ലോ. നമ്മളിങ്ങനെ കേട്ട് പരിചയിച്ചൊരു വാക്ക്. സ്വഹാബികൾ പരസ്പരം എപ്പോഴാ പറഞ്ഞതെന്നറിയോ? ഇത്തഖുല്ല എന്ന് പറഞ്ഞൊരു കാര്യമായിട്ട് പറഞ്ഞാൽ എത്ര വലിയവനാണ് അവിടെ നിൽക്കും. അതൊരു വല്ലാത്ത വാണിങ്ങാ. ആ വാണിങ്ങായി വേണം ഈ വാക്കിന് നമ്മൾ കേൾക്കാൻ. ഒരാഴ്ച തടിച്ചുകൂടുന്ന വിശ്വാസികൾ അതിശക്തമായൊരു വാണിങ്ങോടുകൂടിയാണ് ഒരു ഖുത്ബ ആരംഭിക്കുന്നത്. അതാണ് ഇത്തഖുല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ മനസ്സിലെ മുഴുവൻ പൈശാചികതയും പുറത്തേക്ക് വരുന്ന സമയമാണ്. ആറാണും പെണ്ണും ഒറ്റക്കാവരും. അതും ആഗ്രഹിച്ചിട്ട് ഒരുപാട് കാലം ആഗ്രഹിച്ചതാ. ആ പെണ്ണി മനുഷ്യനോട് തള്ളി മാറ്റിയതല്ല, ഇത്തഖുല്ല എന്നേ പറഞ്ഞുള്ളൂ. അവൻ പിന്നോട്ട് ഷോക്കടിച്ച മാതിരി പിന്നോട്ട് പോയി. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാണ്? ഇതിന്റെ ഗൗരവം മുസ്ലിം ഉമ്മത്ത് മറന്നുപോയി. ആ ഇത്തഖുല്ല എന്നത് ആ ഗൗരവത്തോടെ സമൂഹത്തെ പഠിപ്പിക്കാൻ മിമ്പറും പരാജയപ്പെട്ടു പോയി. അതൊരു സത്യമാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹ് പറയാണ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം, അത് തഖ്വന്റെ ഭാഗമാണ്. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. കാരണം അള്ളാഹു ഏറ്റവും ആഗ്രഹിക്കുന്നതാണ് ഒരു ശരീരം പോലെ ഈ വിശ്വാസികൾ കഴിഞ്ഞുകൂടുക എന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഇത്രയും സമയം നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ ഒരു അമലായി നാം ഓരോരുത്തരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മാരകമായ രോഗത്തിൽ നിന്ന്
അള്ളാഹു നമ്മയും